കീം പരീക്ഷാ കേസിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി. CBSE വിദ്യാർത്ഥികളാണ് തടസ്സ ഹർജി നൽകിയത്. തങ്ങളുടെ ഭാഗം കൂടി കേട്ട് വിധി പറയണമെന്നാണ് ആവശ്യം. പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഷബ്ന സിയാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്താണിപ്പോൾ CBSE വിദ്യാർത്ഥികളുടെ ആവശ്യം? തടസ്സ ഹർജിയിൽ അവർ എന്താണ് പറയുന്നത്? സ്വാതി, കീം റാങ്ക് പട്ടിക വീണ്ടും വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന പുതിയ വാർത്തകളും. കാരണം കേരള സിലബസിലുള്ള വിദ്യാർത്ഥികൾ ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കീം റാങ്ക് പട്ടിക സ്റ്റേ ചെയ്യണം എന്നാണ് സുപ്രീം കോടതിയിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ പുതുക്കിയ പട്ടിക കേരള സിലബസ് വിദ്യാർത്ഥികളോടുള്ള നീതി നിഷേധമാണെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. പ്രോസ്പെക്ടസ് തിരുത്താൻ സർക്കാരിന് അധികാരമുണ്ട്. ഹൈക്കോടതി ഇടപെട്ടത് നയപരമായ വിഷയത്തിലായിരുന്നു. 15 വിദ്യാർത്ഥികൾ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് ഇന്നലെ കോടതിയെ സമീപിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇതോടൊപ്പം തന്നെയാണ് CBSE വിദ്യാർത്ഥികൾ ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുള്ളത്. CBSE വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ഇവരുടെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ ഹർജിയിൽ കോടതി വിധി പറയാവൂ. CBSE വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യത്തിൽ ഇവരുടെ നിലപാട് വ്യക്തമാക്കാനുണ്ട്. ഏകപക്ഷീയമായി വിധി പറയരുത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. പഴയ ഫോർമുല അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പുതുക്കി പ്രഖ്യാപിച്ചപ്പോൾ സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികൾക്ക് മുൻതൂക്കം നഷ്ടമായിരുന്നു. ആദ്യ 100 റാങ്കിൽ 21 പേരായിരുന്നു കേരള സിലബസിൽ നിന്ന് ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ. എന്നാൽ പഴയ റാങ്കിൽ ആദ്യ 100 പേരിൽ 43 പേർ കേരള സിലബസിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കേരള സിലബസുകാർ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ സുപ്രീം കോടതി ഈ ഉത്തരവ്, ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുകയോ കേരള സിലബസിലുള്ള വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിക്കുകയോ ചെയ്താൽ CBSE കുട്ടികളെ സംബന്ധിച്ച് അത് നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ വാദം കൂടി കേൾക്കണം എന്നിവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി ഷബ്ന, കീം പരീക്ഷാ കേസിലാണ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി. CBSE വിദ്യാർത്ഥികളാണ് തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്.